മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയ ടോപ്പിക് ലെസൺ എന്ന് പറയുന്ന മോഷൻ ആയിരുന്നു. ആ മോഷൻ്റെ ഏത് ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്? സ്കേലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആയിരുന്നു. എന്തായിരുന്നു സ്കേലാർ ക്വാണ്ടിറ്റീസ്? ഓർക്കുന്നുണ്ടോ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറയുന്നുള്ളൂ എങ്കിൽ അത് സ്കേലാർ ക്വാണ്ടിറ്റിയും, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൂടി മെൻഷൻ ചെയ്യുന്നുവെങ്കിൽ അത് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയുമായിട്ട് പറഞ്ഞിരുന്നു. അപ്പം സ്കേലാർ ക്വാണ്ടിറ്റീസിനും വെക്റ്റർ ക്വാണ്ടിറ്റീസിനും കുറച്ച് എക്സാമ്പിൾ കണ്ടെത്താനാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. കുറേ എക്സാമ്പിൾ ഞാൻ തന്നിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സ്കേലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിൾ. ഡിസ്റ്റൻസ് എന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റി ആയിരുന്നോ വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരുന്നോ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റി ആയിരുന്നു. ടൈം സ്കേലാർ ക്വാണ്ടിറ്റി ആയിരുന്നു. മാസ് സ്കേലാർ ക്വാണ്ടിറ്റി ആയിരുന്നു. വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയായിരുന്നു? വെക്റ്റർ ക്വാണ്ടിറ്റീസിൽ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ് ഇതെല്ലാം തന്നെ എന്തായിരുന്നു? വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സ്പീഡ് ആൻഡ് വെലോസിറ്റി ആണ്. അത് നമ്മൾ സ്പീഡാണ് ഫസ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്പീഡാണ്. എന്താണ് സ്പീഡ്? ഇപ്പോൾ സ്പീഡ് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വേർഡാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് സ്പീഡ്. നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും, നമുക്ക് തിടുക്കത്തിലാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരിടത്ത് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ പറയും, ഒന്ന് വേഗത്തിൽ പോ, ഒന്ന് സ്പീഡിലൊന്ന് ഓടിക്കുക എന്ന് പറയും. ഇല്ല, നമുക്ക് ധൃതി ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ പറയും, ഇത്രയും സ്പീഡ് എന്തിനാണ് ഇങ്ങനെ ഓടിക്കുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഏതൊരു കാര്യത്തിന് നമ്മൾ സ്പീഡ് അല്ലെങ്കിൽ വേഗത എന്നൊരു വാക്ക് നമ്മൾ പറയാറുണ്ട്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു പേഴ്സൺ എയിൽ നിന്ന് ബിയിലേക്ക് യാത്ര ചെയ്യുന്നു. ഈ പേഴ്സൺ എയിൽ നിന്ന് ബിയിലേക്ക് യാത്ര ചെയ്തു, ബിയിലെത്തി. 20 കിലോമീറ്റർ കവർ ചെയ്തു. 20 കിലോമീറ്റർ കവർ ചെയ്തു. ഈ 20 കിലോമീറ്റർ കവർ ചെയ്ത് എയിൽ നിന്ന് ബിയിൽ എത്തിച്ചേർന്നു. നമുക്കറിയാം ഈ വ്യക്തി സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 20 കിലോമീറ്റർ ആണ്. ഇവിടെ നമ്മൾ ഏതെങ്കിലും സമയത്തെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, സമയം നമ്മളിവിടെ ഉൾക്കൊള്ളിച്ചിട്ടില്ല. സമയം നമ്മൾ പറയുവാണ് 10 o'clock ഈ വ്യക്തി ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ടത്. 12 o'clock ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തിച്ചേർന്നു. 12 o'clock ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തിച്ചേർന്നുവെങ്കിൽ ഈ 20 കിലോമീറ്റർ കവർ ചെയ്യാൻ ഈ വ്യക്തി എത്ര സമയം എടുത്തു കാണും? 20 കിലോമീറ്റർ കവർ ചെയ്യാൻ എത്ര സമയം എടുത്തു കാണും? 2 hours എടുത്തു കാണും. ക്ലിയർ ആവുന്നുണ്ടേ? ഈ 20 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ 2 hours എടുത്തു കാണും. ഇവിടെ ഞാൻ ടൈമും കൂടി മെൻഷൻ ചെയ്തപ്പോഴാണ് 20 കിലോമീറ്റർ കവർ ചെയ്യാൻ 2 hours എടുത്തു എന്ന് മനസ്സിലായത്. ഇല്ലേ? അപ്പൊ നോക്കിക്കേ, ഈ ടൈമിനെ നമുക്കൊന്ന് എന്താണ് യൂണിറ്റിൽ നമുക്കൊന്ന് എക്സ്പ്രസ് ചെയ്ത് നോക്കാം. യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്? 2 hours ആണ് ഇവിടെ. 1 hours എടുക്കുകയാണ്. വണ്ണിലാണ് എടുക്കുന്നതെങ്കിൽ യൂണിറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, 1 hour, 1 second, 1 minute, 1 day, 1 month. നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ ടൈമിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് യൂണിറ്റിലാണ്. യൂണിറ്റ് ടൈമിലാണ് ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത്. ഇങ്ങനെ യൂണിറ്റ് ടൈമിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണ്, ഈ ഡിസ്റ്റൻസിനെ നമ്മൾ യൂണിറ്റ് ടൈമിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമുക്ക് അതിനെ ഈ സ്പീഡിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാനായിട്ട് സാധിക്കും? സ്പീഡ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് നോക്കിക്കേ, ഇവിടെ യൂണിറ്റ് ടൈമിലാണ്. 2 hours എന്ന് പറയുന്നത് 20 കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് എടുത്ത സമയമാണ്. അപ്പോൾ ഇവിടെ 1 hour എന്ന് പറയുന്നത്, അപ്പം നമ്മൾ എങ്ങനെ കണ്ടെത്തും? 1 hourലെ നമുക്ക് ദൂരം കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തും? 1 hourലെ ദൂരം എങ്ങനെ നമ്മൾ കണ്ടെത്തും? 20 കിലോമീറ്റർ എന്ന് പറയുന്ന ടോട്ടൽ ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ടൈം കൊണ്ട് 2 hour കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര കിട്ടും നമുക്കിവിടെ? 10 കിലോമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഈ 10 കിലോമീറ്റർ എന്താണ്? 1 hourൽ ഈ വ്യക്തി സഞ്ചരിച്ച ദൂരമാണ് 10 കിലോമീറ്റർ. ക്ലിയർ ആവുന്നുണ്ടേ? 1 hourൽ ഈ വ്യക്തി സഞ്ചരിച്ച ദൂരമാണ് ഈ 10 കിലോമീറ്റർ എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? യൂണിറ്റ് ടൈമിനുള്ളിൽ ഈ വ്യക്തി സഞ്ചരിച്ചത് എന്താണ്? 10 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആക്കണേ? സ്പീഡ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സ്പീഡ് ഇസ് ഈക്വൽ ടു, ഇവിടെ എന്താണ് ഈ 20 എന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് ആണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ബൈ 20 എന്താണ്? ടോട്ടൽ ടൈം ആണ്. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. നമുക്ക് എങ്ങനെ ഇതിനെ ഡിഫൈൻ ചെയ്യാം? സ്പീഡ് ഈസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡിൻ്റെ യൂണിറ്റ് ടൈം. ക്ലിയർ ആക്കിക്കോണം. ഇവിടെ 20 കിലോമീറ്റർ കവർ ചെയ്യാൻ 2 hours എടുത്തു. അപ്പം ഞാനിവിടെ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞില്ല, സ്പീഡ് എന്ന് പറഞ്ഞില്ല.
1 അവറിലെ സ്പീഡ് കണ്ടെത്തി 10 കിലോമീറ്റർ കണ്ടെത്തിയപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. 1 അവർ എന്ന് പറയുന്നത് എന്താണ്? ഈ 10 കിലോമീറ്റർ എന്ന് പറയുന്നത് 1 അവറിൽ ആ വ്യക്തി സഞ്ചരിച്ച ദൂരമാണ് 10 കിലോമീറ്റർ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പീഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഓരോ 1 അവറിലും ഈ വ്യക്തി സഞ്ചരിച്ചത് എത്ര കിലോമീറ്റർ ആണ്? 10 കിലോമീറ്റർ ആണ്. അപ്പൊ സ്പീഡിനെ നമുക്ക് എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സ്പീഡ് ഈസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ യൂണിറ്റ് ടൈം. യൂണിറ്റ് സമയത്തിനുള്ളിൽ ഒരു വസ്തു സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പീഡ് എന്ന് പറയുന്നത്. നമുക്ക് ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് നമുക്കറിയാം. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. അപ്പം സ്പീഡിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ നമ്മൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് കൊടുത്തത്? എന്താണ്? കിലോമീറ്റർ ആണ്. കിലോമീറ്റർ പെർ എന്താണ് കൊടുത്തത്? ടൈം എന്തിനാണ് പറഞ്ഞത്? അവറിനാണ്. അപ്പൊ നമുക്ക് എന്തും ഇതിന്റെ യൂണിറ്റ് ആണെന്ന് പറയാം. മീറ്റർ പെർ സെക്കൻഡിനോടൊപ്പം കിലോമീറ്റർ പെർ അവറും എന്താണ്? സ്പീഡിന്റെ യൂണിറ്റ് ആണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. ക്ലിയർ ആവുന്നുണ്ടേ? നോക്കിയാൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് യൂണിറ്റ് ആണ്? എന്ത് ക്വാണ്ടിറ്റി ആണ്? ഡിസ്റ്റൻസ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ടൈം എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പം സ്പീഡും എന്തായിരിക്കും? സ്പീഡ് ഈസ് ഓൾസോ എ സ്കെയിലാർ ക്വാണ്ടിറ്റി. സ്പീഡും എന്ത് തന്നെയാണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി തന്നെയാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ സ്പീഡിനെ പറ്റി പറഞ്ഞത്? സ്പീഡിനെ ഡിഫൈൻ ചെയ്തു. എന്താണ് ഡിഫൈൻ ചെയ്തത്? സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ യൂണിറ്റ് ടൈം. ഡിഫൈൻ ചെയ്തു. സ്പീഡിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. എന്തെന്നാണ് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നത്? സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ യൂണിറ്റ് ടൈം. യൂണിറ്റ് സമയത്തിനുള്ളിൽ വസ്തു സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് സ്പീഡ് എന്ന് പറയുന്നത്. ഇതിന്റെ രണ്ടാമത് നമ്മൾ കണ്ടെത്തിയതിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡോ കിലോമീറ്റർ പെർ അവർ. അതെന്തുകൊണ്ടാണ് കിട്ടിയെന്ന് അറിയാമല്ലോ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് മീറ്റർ ഓർ കിലോമീറ്റർ. ടൈമിന്റെ യൂണിറ്റ് ആണ് സെക്കൻഡ് അല്ലെങ്കിൽ അവർ. അതുകൊണ്ടാണ് അതിനെ മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതുന്നത്. അടുത്ത പോയിന്റ് നമ്മൾ എന്താണ് പറഞ്ഞത്? ഇതെന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റി ആണ്? സ്പീഡ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റി ആണ്? സ്പീഡ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. സ്പീഡ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഈ 4 പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. സ്പീഡിനെ ഡിഫൈൻ ചെയ്യുക. സ്പീഡിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ യൂണിറ്റ് ടൈം. സ്പീഡ് എന്ന് പറയാൻ നമുക്ക് എങ്ങനെ എഴുതാം? S is equal to ഡിസ്റ്റൻസ് ബൈ ടൈം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്ററിലോ കിലോമീറ്ററിലോ എക്സ്പ്രസ് ചെയ്യാം. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡിലോ അവറിലോ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡോ കിലോമീറ്റർ പെർ അവർ ആയിരിക്കും ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സ്പീഡ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ക്ലിയർ? നമുക്ക് പഠിക്കാനുള്ളത് വെലോസിറ്റി ആണ്. നമുക്ക് നോക്കാം വെലോസിറ്റി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ ആ പിക്ചർ തന്നെ ഞാൻ എടുക്കുകയാണ്. എയിൽ നിന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു വ്യക്തി എന്ത് ചെയ്യുകയാണ്? മൂവ് ചെയ്ത് ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തിച്ചേരുകയാണ്. ഇതെന്ന് പറയുന്നത് 20 കിലോമീറ്റർ കവർ ചെയ്തെന്ന് ഞാൻ പറഞ്ഞു. ഈ 20 കിലോമീറ്റർ നമ്മൾ ഇതെന്താണ്? ഡിസ്റ്റൻസ് ആണ്. ഈ 20 കിലോമീറ്ററുടെ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്തേക്കുന്നതെന്നും ഞാൻ ആദ്യത്തെ നമ്മുടെ പിക്ചറിൽ പറഞ്ഞായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആദ്യം ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞാലോ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ലെങ്ത് ആണ്. ഷോർട്ടസ്റ്റ് ലെങ്ത് ഇവിടെ എന്താണ്? ഇതാണ് ഷോർട്ടസ്റ്റ് ലെങ്ത്. ഈ ഷോർട്ടസ്റ്റ് ലെങ്ത് ആണ് എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? നമ്മൾ ആദ്യം പഠിപ്പിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ ഷോർട്ടസ്റ്റ് ലെങ്ത് ആണ്. ഈ ഷോർട്ടസ്റ്റ് ലെങ്തിനെയാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ടൈം എന്ന് പറയുന്നത് നമ്മൾ എന്ത് തന്നെ എടുക്കും? ടൈം ഏത് തന്നെയാണ് എടുക്കുന്നത്? കവർ ചെയ്തു പോയ ഈ ടൈം തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. 10 o'clockനാണെങ്കിൽ 12 o'clockന് എത്തിച്ചേരുന്നു എന്നുള്ള ഈ ടൈം തന്നെ നമ്മൾ എടുക്കും. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് എടുക്കുന്നത് എന്താണ്? ദൂരം എടുക്കുന്നത് ഏതാണ്? ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും. ക്ലിയർ? അപ്പം നമുക്ക് വെലോസിറ്റി നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? വെലോസിറ്റി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ക്ലിയർ? വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ട്രാവൽഡ് ഇൻ എ യൂണിറ്റ് ടൈം. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് ടൈമിലുള്ള ഡിസ്പ്ലേസ്മെന്റിനെയാണ്, സ്ഥാനാന്തരത്തെയാണ് നമ്മൾ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് നമുക്കറിയാം ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് തന്നെയായ
മീറ്റർ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ്. ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഡിസ്പ്ലേസ്മെന്റ് കിലോമീറ്ററിലായാൽ എന്തായിരിക്കും? കിലോമീറ്ററിലായാൽ ടൈം എങ്ങനെയായിരിക്കും? അവറിലായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? കിലോമീറ്റർ പെർ അവർ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ക്ലിയർ ആകുന്നുണ്ടേ? സ്പീഡിന്റെ കേസിൽ പറഞ്ഞത് എന്തായിരുന്നു? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ആയിരുന്നു. വെലോസിറ്റിയുടെ കേസിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. മനസ്സിലാക്കിക്കോണം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ അല്ലെങ്കിൽ കിലോമീറ്ററിൽ എഴുതാം. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡിലോ അവറിലോ എഴുതാം. അപ്പോൾ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡോ കിലോമീറ്റർ പെർ അവർ ആകും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഡിസ്പ്ലേസ്മെന്റിന് നമുക്ക് എങ്ങനെയാ പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഡയറക്ഷൻ കൊടുക്കാറുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ കൊടുക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. കാരണം ഡിസ്പ്ലേസ്മെന്റിന് പറയും 10 കിലോമീറ്റർ ടുവേഴ്സ് നോർത്ത്. അങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ? 10 കിലോമീറ്റേഴ്സ് ടുവേഴ്സ് നോർത്ത്, 20 കിലോമീറ്റേഴ്സ് ടുവേഴ്സ് സൗത്ത് എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എന്തും കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്? ഡയറക്ഷൻ കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പം വെലോസിറ്റി എന്ത് തന്നെയാണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. മനസ്സിലാക്കിക്കോണം. വെലോസിറ്റി എന്ത് തന്നെയാണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി. ക്ലിയർ ആയോ? നമുക്ക് വെലോസിറ്റി ഞാൻ പറഞ്ഞ 2 പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ഓർ കിലോമീറ്റർ പെർ അവർ എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. കാരണം ഡിസ്പ്ലേസ്മെന്റിൽ എപ്പോഴും എന്ത് മെൻഷൻ ചെയ്യും? ഡയറക്ഷൻ കൂടി മെൻഷൻ ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടേ? ഇവിടെ നമുക്ക് അടുത്തൊരു പോയിന്റ് എന്ന് പറയാം ചേഞ്ച് ഇൻ പൊസിഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ചേഞ്ച് ഇൻ പൊസിഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ സംതിങ് നമുക്ക് എപ്പോഴും ഫിസിക്സുമായിട്ടും വെലോസിറ്റിയുമായിട്ടും അല്ലെങ്കിൽ മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് എപ്പോഴും നമുക്ക് വേണ്ട ഒരു പോയിന്റ് ആണത്. ചേഞ്ച് ഇൻ പൊസിഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ സംതിങ്. ചേഞ്ച് ഇൻ പൊസിഷൻ or something. Change in position or change in something. ഒരു ബോക്സിൽ ഞാനൊരു 10 മാംഗോസ് വെച്ചിരിക്കുകയാണ്. 10 മാംഗോസ് ഉണ്ട് ഇവിടെ. ഈ ഒരു ബോക്സിൽ 12 മാംഗോസും ഉണ്ട്. ഇവിടുത്തെ ചേഞ്ചസ് എന്താ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഫൈനൽ നമ്പർ ഓഫ് മാംഗോസ് മൈനസ് ഇനിഷ്യൽ നമ്പർ ഓഫ് മാംഗോസ്. ഫൈനൽ നമ്പർ ഓഫ് മാംഗോസ് എന്ന് പറഞ്ഞാൽ 12 ആണ്. 12 മൈനസ് 10 ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇവിടെ ചേഞ്ച് ഇൻ പൊസിഷൻ അല്ലെങ്കിൽ ഈ ചേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് കിട്ടിയത്. ക്ലിയർ ആയല്ലോ? ഇവിടെ നോക്കിക്കേ, ഒരു പേഴ്സൺ മൂവ് ചെയ്യുന്നു. ഒരു പേഴ്സൺ 1 മീറ്റർ വീതം ഉള്ള ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യുകയാണ്. 1 മീറ്റർ വീതം ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യാണ്. 1 എന്ന ഈ 1 മീറ്റർ എന്ന് പറയുന്ന പൊസിഷനിലെത്തി. പിന്നീട് എന്ത് ചെയ്യുന്നു? ഒരു 4 എന്ന് പറയുന്ന പൊസിഷനിൽ എത്തി നിൽക്കുന്നു. ഈ പേഴ്സന്റെ ചേഞ്ച് എന്തായിരിക്കും? ചേഞ്ച് ഇൻ പൊസിഷൻ എങ്ങനെയായിരിക്കും? ഈ വ്യക്തിയുടെ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. ഇവിടുത്തെ ഫൈനൽ പൊസിഷൻ എന്താണ്? ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. ഫൈനൽ പൊസിഷൻ എന്താണ്? 4 ആണ്. 4 മൈനസ് 1 ആണ്. എത്ര എന്ന് കിട്ടും? 3 എന്ന് കിട്ടും. ഈ വ്യക്തിയുടെ ചേഞ്ച് ഇൻ പൊസിഷൻ എന്താണ്? 3 മീറ്റർ ആണ്. ക്ലിയർ ആയോ? ഇവിടെ മാംഗോസിന്റെ കേസസിൽ പറഞ്ഞപ്പോൾ എന്താണ്? ഫൈനൽ മാംഗോസ് നമ്പർ ഓഫ് മാംഗോസ് എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. ഇനിഷ്യൽ നമ്പർ ഓഫ് മാംഗോസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ നമ്പർ ഓഫ് മാംഗോസ് മൈനസ് ഇനിഷ്യൽ നമ്പർ ഓഫ് മാംഗോസ് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ക്ലിയർ? അതുപോലെ തന്നെയാണ് ഒരു പേഴ്സൺ ട്രാവൽ ചെയ്ത് 1 കിലോമീറ്ററിൽ നിന്ന് 1 മീറ്ററിൽ നിന്ന് ട്രാവൽ ചെയ്തിപ്പോൾ നിൽക്കുന്നത് 4 മീറ്ററിലാണ്. അപ്പോൾ ഇതിന്റെ പൊസിഷൻ ചേഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ പൊസിഷനിൽ നിന്ന് ഇനിഷ്യൽ പൊസിഷൻ മൈനസ് ചെയ്താൽ മാത്രം മതിയാകും. ഫൈനൽ പൊസിഷനായ 4 മീറ്റർ മൈനസ് ഇനിഷ്യൽ പൊസിഷനായ 1 മീറ്റർ ഇസ് ഈക്വൽ ടു 4 മൈനസ് 1 ഇസ് ഈക്വൽ ടു 3 മീറ്റർ എന്ന് ലഭിക്കുന്നു. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് മനസ്സിലായ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ ആണ്. ഞാൻ ആദ്യമേ അതാണ് പറഞ്ഞത്, ചേഞ്ച് ഇൻ പൊസിഷൻ. നോക്കിക്കേ, വെലോസിറ്റിയുടെ കേസിൽ പറയുകയാണെങ്കിൽ വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടൈം. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് ടൈം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷനെ നമ്മൾ ചേഞ്ച് ഇൻ പൊസിഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോണം, ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ പൊസിഷനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ക്ലിയർ ആയോ? വെലോസിറ്റി എന്ന് പറയുന്നത്
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് ടൈം ആണ്. ചേഞ്ച് ഇൻ പൊസിഷൻ, ആ ചേഞ്ച് ഇൻ പൊസിഷനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് ടൈം ഓർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ക്ലിയർ ആയല്ലോ? ഇതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. വെലോസിറ്റിയെ ഡിഫൈൻ ചെയ്യാൻ വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് ടൈം ഓർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ക്ലിയർ? യൂണിറ്റ് എന്ന് പറയുന്നത്, വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡോ കിലോമീറ്റർ പെർ ഓർ കിലോമീറ്റർ പെർ അവർ. വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? വെലോസിറ്റി എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. പറയുന്നത് യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡാണ്. നമ്മൾ ഇത്രയും നേരം സ്പീഡ് എന്താണെന്ന് പറഞ്ഞു. യൂണിഫോം എന്താണ്, നോൺ യൂണിഫോം സ്പീഡ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു വാഹനം ട്രാവൽ ചെയ്യുകയാണ്. km/h ഓരോ മണിക്കൂറിലും 40 km/h യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഒരു മണിക്കൂറിനിടയിലാണ്. ഒരു മണിക്കൂറിനിപ്പം 10 o'clock തൊട്ട് 10 o'clock, 11, 12, 1, 2, 3. ഇങ്ങനെ ഓരോ മണിക്കൂറിലാണ്. 10 o'clock യാത്ര പുറപ്പെട്ടതാണ്. 10 o'clock 40 km കവർ ചെയ്തു. 11 ആയപ്പോഴത്തേക്ക് അടുത്ത 40 km, അങ്ങനെ 12 അടുത്ത 40 km, അങ്ങനെ 40 km വീതം കവർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു വാഹനം. ഈ പേഴ്സൺ ഓടിക്കുന്ന വാഹനം എന്ന് പറയുന്നത്, ഈ വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ മണിക്കൂറിൽ 40 km വീതം കവർ ചെയ്യുകയാണ്. 40 km വീതം കവർ ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ഇതെന്താണ്? യൂണിഫോം സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നോക്കിക്കേ, 10 മുതൽ 11 മണി വരെ എന്ന് വെച്ചാൽ 10 o'clock തൊട്ട് 11 o'clock വരെ എത്ര സമയത്തോടി? 40 km കവർ ചെയ്തു. 11 o'clock തൊട്ട് 12 o'clock വരെ 40 km കവർ ചെയ്തു. ഞാൻ പറയുകയാണ്, ഈ 10 o'clock 11 o'clock വെച്ച് 11 o'clock തൊട്ട് 11:30 വരെ ഈ വ്യക്തി യാത്ര ചെയ്തില്ല, റെസ്റ്റിലായിരുന്നെന്ന് ഞാൻ പറയുകയാണ്. വാഹനം നിർത്തിയിട്ടിട്ട് റെസ്റ്റ് ചെയ്യുകയായിരുന്നു. 11:30 തൊട്ട് 12 o'clock വരെ, 11:30 തൊട്ട് 12 o'clock വരെ ഈ ഹാഫ് ആൻ അവറിലാണ് ഈ വ്യക്തി ഹൈ സ്പീഡിൽ 40 km കവർ ചെയ്തത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വ്യക്തിക്ക് ഈ 11 തൊട്ട് 12 വരെ 40 km കവർ ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ആയിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഇതിൽ നമുക്കൊരു എന്താണ്, നമുക്കിത് യൂണിഫോം സ്പീഡാണെന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ ഒരു കെണി ഇവിടെ ഒളിഞ്ഞിരിപ്പില്ലേ? ഇത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ ഇതിനെ നമുക്കിവിടെ യൂണിഫോം സ്പീഡ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ നമുക്ക് യൂണിഫോം സ്പീഡ് എന്ന് പറയാനായിട്ട് സാധിക്കണമെങ്കിൽ എന്താണ്, എങ്ങനെയാണ്? ഓരോ സെക്കൻഡിലും എന്താണ്, അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് ടൈമിലും സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കണം? യൂണിഫോമിറ്റിയിലായിരിക്കണം അല്ലേ? ഇപ്പം 1 സെക്കൻഡിലായാലും 1 അവറിലായാലും എന്താണ്, 1 മിനിറ്റിലായാലും സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു കോൺസ്റ്റന്റ് സ്പീഡിലായിരിക്കണം, അല്ലെങ്കിൽ യൂണിഫോം സ്പീഡിലായിരിക്കണം. ഏത് 1 മിനിറ്റ് നോക്കിയാലും ആ 1 മിനിറ്റിൽ അല്ലെങ്കിൽ 1 അവറിൽ ആ 1 സെക്കൻഡിൽ ആ പേഴ്സൺ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ യൂണിഫോം ആയിരിക്കണം. എ ബോഡി ട്രാവലിങ്ങിന്റെ യൂണിഫോം സ്പീഡ്, ആ യൂണിഫോം സ്പീഡാണ്, യൂണിഫോം ഡിസ്റ്റൻസിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ യൂണിഫോം സ്പീഡിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ മാത്രമേ നമുക്കതിന് യൂണിഫോം സ്പീഡ് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും ഓരോ അവറിലും എന്ത് ചെയ്യണം? ആ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എങ്കിൽ മാത്രമേ അതിന് യൂണിഫോം എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾക്ക് എക്സാമ്പിൾ പറയാനായിട്ട് സാധിക്കുമോ? ഈ യൂണിഫോം സ്പീഡിന്റെ എക്സാമ്പിൾ പറയാനായിട്ട് സാധിക്കുമോ? നമ്മുടെ ക്ലോക്കിലെ നീഡിലുകൾ അല്ലേ? എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? മിനിറ്റ് ഹാൻഡിലോണെ, മിനിറ്റ് ഹാൻഡിലിൻ്റെ ക്ലോക്ക് ഇല്ലേ? ക്ലോക്കിലെ മിനിറ്റ് സൂചി ഇല്ലേ? അതെന്താണ്? മിനിറ്റ് ഹാൻഡിലിൻ്റെ ക്ലോക്ക്. ഒരു എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞേ, ഫാൻ ഇല്ലേ? ഫാനിന്റെ ബ്ലേഡിന്റെ കറക്കം എങ്ങനെയാണ്? സ്വിച്ച് ഇടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒന്ന് സ്ലോയിലാണ് വരുന്നതെങ്കിലും പിന്നീട് ആ ഫാനിന്റെ ബ്ലേഡ് എല്ലാം തന്നെ കറങ്ങുന്ന ഒരേ സ്പീഡിലല്ലേ? അപ്പൊ ഫാനിന്റെ ബ്ലേഡിന്റെ കറക്കം എന്ന് പറയുന്നത് എന്താണ്? റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്?
യൂണിഫോം സ്പീഡിലാണ്. ഇനി എർത്തിനെ കൺസിഡർ ചെയ്താലോ? എർത്തിന്റെ റൊട്ടേഷനും റെവല്യൂഷനും എല്ലാം എന്താണ്? യൂണിഫോം സ്പീഡിലല്ലേ? ഏതെങ്കിലും ഒരു സമയത്ത് അത് അവിടെ നിൽക്കുന്നുണ്ടോ? ഇല്ല. അതെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? യൂണിഫോം സ്പീഡിലാണ്. അപ്പൊ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. മിനിറ്റിന്റെ ക്ലോക്ക്, ഫാനിന്റെ ബ്ലേഡ്, എർത്തിന്റെ റൊട്ടേഷനും റെവല്യൂഷനും എന്താണ്? ഇത് യൂണിഫോം സ്പീഡിലാണ്. ക്ലിയർ ആവുന്നുണ്ടേ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നോൺ യൂണിഫോം സ്പീഡ് എന്താണ്. ഇവിടെ നമ്മൾ യൂണിഫോം സ്പീഡിൽ നമ്മൾ പറഞ്ഞു എന്താണ്? ഇതെല്ലാം എന്ന് പറയുന്നത് യൂണിഫോമിറ്റിയിലായിരിക്കും എന്ന് പറഞ്ഞു. നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? ഈ മെഷർമെന്റ് ഒന്നും തന്നെ എന്തായിരിക്കത്തില്ല, ഈ അവേഴ്സ് ഒന്നും തന്നെ എന്തായിരിക്കത്തില്ല. ഒരു 20 കിലോമീറ്റർ ആണെങ്കിൽ അടുത്ത അവറിൽ 40 കിലോമീറ്റർ യാത്ര ചെയ്യാം, അടുത്തത് 70 കിലോമീറ്റർ യാത്ര ചെയ്യാം, അടുത്തത് 20 ആവാം, അടുത്തത് 30 ആവാം. മനസ്സിലാക്കിക്കേ. നമ്മളൊരു റോഡിലൂടെ പോകുന്ന ബസ് അല്ലെങ്കിൽ റോഡിലൂടെ ഓടുന്ന വാഹനത്തെ നമുക്ക് പറയാൻ പറ്റുമോ ഇതെല്ലാം അങ്ങ് എത്തുന്നത് വരെ ഒരേ സ്പീഡിൽ പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? തിരക്കില്ലാത്ത റോഡിലാണെങ്കിൽ നമുക്കറിയാം, വാഹനം ഓടിക്കുന്നവർക്കറിയാം, തിരക്കില്ലാത്ത റോഡിലാണെങ്കിൽ നന്നായിട്ട് വേഗതയിൽ പോകും. മാർക്കറ്റ് ജംഗ്ഷനോ ഹോസ്പിറ്റലോ സ്കൂളോ ഒക്കെ വരുന്ന ഏരിയയിലാണെങ്കിൽ സ്പീഡ് കുറച്ച് പോകും, ഇല്ലേ? അപ്പൊ അവിടെയൊക്കെ നിരത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ ഒരേ സ്പീഡിലാണെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതെന്ന് പറയുന്നത് എന്താണ്? നോൺ യൂണിഫോം സ്പീഡാണ്. ഈ നോൺ യൂണിഫോം സ്പീഡിൽ നമുക്ക് എങ്ങനെ ഒരു ആവറേജ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്? നമ്മൾ എപ്പോഴും ആവറേജ് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? മാത്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആവറേജ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ടോട്ടൽ എടുത്തിട്ട് എന്ത് ചെയ്യാണ്? ടോട്ടൽ സം കണ്ടിട്ട് അതിന്റെ നമ്പർ ഓഫ് നമ്പർ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ സം എന്താണ്? എന്തിൻ്റെയാണോ അതിന്റെ ടോട്ടൽ സം നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ടോട്ടൽ സമ്മിനെ നമ്മൾ എന്ത് ചെയ്യും? അപ്പം അതിൻ്റെ നമ്പർ എന്താണോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ആവറേജ് കാണുന്നത്. ഇപ്പം നോക്കിക്കേ, അതുപോലെ തന്നെ നമുക്ക് ഈ ഡിസ്റ്റൻസിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? ടോട്ടൽ ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യും. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആവറേജ് സ്പീഡിനെ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആയോ? എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? ഓരോ ഇൻസ്റ്റന്റിനുമുള്ള സ്പീഡിനെ നമ്മൾ കണ്ടെത്തണം. അവിടെയാണ് നമുക്ക് ഓരോ ഇൻസ്റ്റന്റിനുമുള്ള സ്പീഡിനെ നമ്മൾ കണ്ടെത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഓരോ ഇൻസ്റ്റന്റിനുള്ള സ്പീഡിനെ നമ്മൾ കണ്ടെത്തുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് കരുതുകയാണ്. യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും നമുക്ക് വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാവും യൂണിഫോം സ്പീഡ് എന്താണ്, നോൺ യൂണിഫോം സ്പീഡ് എന്താണെന്ന്. അപ്പോൾ ആവറേജ് സ്പീഡ് എന്താണെന്നും ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. നമ്മൾ വാഹനങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, സ്പീഡോമീറ്റർ കണ്ടിട്ടില്ലേ? സ്പീഡോമീറ്റർ വാഹനങ്ങളിൽ നമ്മൾ കണ്ടു കാണും. എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് സ്പീഡോമീറ്റർ ഉപയോഗിക്കുന്നത്? വാഹനങ്ങളുടെ സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടി സ്പീഡോമീറ്റർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതുവരെ നമ്മൾ പഠിച്ച ടോപ്പിക് എന്ന് പറയുന്നത് സ്പീഡ്, വെലോസിറ്റി, നോൺ യൂണിഫോം സ്പീഡ്, യൂണിഫോം സ്പീഡ് ഇവയായിരുന്നു. അപ്പോൾ ഈ ടോപ്പിക്കിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുകയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 81 ഫിഗർ 6.7 6.8 തന്നിട്ടുണ്ട്. ആ 2 ടേബിൾ നിങ്ങൾ ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്തിട്ട് അത് നോട്ട്ബുക്കിൽ വരച്ച് നന്നായിട്ട് എഴുതുകയും വേണം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സോട് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.